ഹലോ ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് റമീസ്. ഞാൻ എറണാകുളത്താണ് അക്കാഡമിക് കൗൺസിലായി വർക്ക് ചെയ്യുന്നു. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 18 ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. വിംപിൾ അക്കാഡമിയുടെ കീഴിലുള്ള ട്രെയിനർ സ്റ്റോക്കിലാണ് നമ്മളുള്ളത്. ട്രെയിനിങ്ങിന്റെ സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി ഒരു നല്ല ട്രെയിനർ ആവുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഹ്യൂമൻ ബീയിങ് ആയി മാറുക എന്ന് കൂടി അർത്ഥമുണ്ട്. നമ്മളുള്ള സ്കില്ലിനെ കൂടുതൽ പോളിഷ് ചെയ്തെടുക്കാനും അതുപോലെ പുതിയ സ്കില്ലിനെ കണ്ടെത്താനും ട്രെയിനിങ്ങിലൂടെ സാധ്യമാകുന്നു. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാളിലെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ റിവാർഡ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു മെന്റർ ആവുക എന്നത് പണത്തിനേക്കാൾ ഉപരി ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കൂടിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് പേർ കാത്തിരിപ്പുണ്ട്. അവരിലേക്ക് നമ്മുടെ വാക്കുകളിലൂടെ അറിവും ഊർജവും പകരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മൾ അവർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറണം. നല്ല ഒരു കൗൺസിലർ ആവുക എന്നതിന്റെ ഭാഗമായാണ് ഈ കോഴ്സിൽ ഞാൻ വന്ന് ചേർന്നത്. ഈ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നിലുണ്ടാകേണ്ട മാറ്റവും എന്താണെന്നുള്ളത്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാം. അതായത് പേഷ്യൻസ്, എംപതി, ഇങ്ങനെയുള്ള ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അറിവ് വർദ്ധിക്കാനും പുതിയ അറിവുകളെ കണ്ടെത്താനും നമ്മളിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാനും ഒക്കെ ഈ കോഴ്സ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിനെ കുറിച്ച് അതിമനോഹരമായി ക്ലാസുകൾ എടുത്ത് നൽകുന്ന വിംപിൾ അക്കാഡമിയുടെ ഫൗണ്ടറായ നമ്മുടെ ബാക്ക് ബോണും മെന്ററുമായ ഫൈസൽ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ടോപ്പിക്കായ വൈ പാരന്റിംഗ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ഈസ് മോർ ക്രൂഷ്യൽ എന്ന ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിനായി ടീച്ചറും ട്രെയിനറുമായ അബ്ദുൽ വഹാബ് കീഴ്ശ്ശേരി സാറിനെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു MSc അപ്ലൈഡ് സൈക്കോളജിസ്റ്റും PGDCC ഹോൾഡറും കൂടിയാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓഡിബിൾ ആണല്ലോ, കേൾക്കാമല്ലേ? അതെ സാറേ. ഓക്കെ. ബഹുമാന്യനായ നമ്മുടെ ഡയറക്ടർ ഫൈസൽ സർ വെൽക്കം സ്പീച്ച് നടത്തിയില്ല. മറ്റു വിംപിൾ അക്കാഡമിയിലെ വിംപിൾ ഫാമിലിയിലെ മെമ്പേഴ്സ്, എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് മൂന്നാമത്തെ ഒരു വെബിനാറാണ്. നമ്മുടെ മുമ്പ് കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു വെബിനാർ നടത്തിയതിനു ശേഷം ഈ ഒരു പാരന്റിങ് എന്നുള്ളത് എൻ്റെ ഒരു നിശ്ചയമായിട്ട് എടുത്ത് അതിന്റെ ഫസ്റ്റ് പാർട്ട് അഥവാ പാരന്റിങ് ബിഗിൻസ് അറ്റ് പ്രഗ്നൻസി എന്നുള്ള ആ ഒരു പാർട്ടാണ് അന്ന് ചെയ്തിരുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ചെയ്തതാണ്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇച്ചിരി ഡിലേ വന്നെങ്കിലും ഇപ്പോഴാണ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. ഒന്നാമതായി ദൈവത്തോടും വിംപിൾ അക്കാഡമിയോടും പ്രത്യേകിച്ചും ഫൈസൽ സാറോടും എല്ലാവരോടും ഞാൻ അതിന്റെ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂചിപ്പിച്ച പോലെ പാരന്റിങ് ബിഗിൻസ് അറ്റ് പ്രഗ്നൻസി എന്നുള്ള ആ ഒരു ക്ലാസ് കേൾക്കാത്തതുണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്ന ആരുണ്ടെങ്കിൽ അവർ അതും കൂടെ ഒന്ന് കേൾക്കണമെന്ന് സന്ദർഭമായി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനനം, ആഫ്റ്റർ ഡെലിവറി, അവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയ ലോകത്തേക്ക് അവൻ കാലെടുത്ത് വെക്കുകയാണ്. അതിനെ ആ ജനനം മുതലുള്ള ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും, ഇതിനെ പല സൈക്കോളജിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആൾമോസ്റ്റ് കുറെ കോമൺ കാര്യം നമുക്ക് കാണാമെങ്കിലും അതിന്റെ ഏജ് പീരീഡുകളെല്ലാം വ്യത്യസ്തപ്പെടുത്തി പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച സയന്റിസ്റ്റുകളും സൈക്കോളജിസ്റ്റും നമുക്കറിയാം. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിറ്റിക് തിയറി, അതുപോലെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി, അങ്ങനെ പലതും. എന്നാൽ ഞാൻ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് എലിസബത്ത് ഹർലോക്കിന്റെ ഡെവലപ്മെന്റ് സൈക്കോളജി സ്റ്റേജസ് ആണ്. അതിൽ അവര് സൂചിപ്പിക്കുന്നത് ബർത്ത് മുതൽ ആദ്യത്തെ ഒരു 2 വർഷം എന്നുള്ളത് അവര് ഇൻഫൻസി ആൻഡ് ബേബിഹുഡ് എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് 2 മുതൽ 6 വരെയുള്ള കാലഘട്ടം, അതാണ് ഏർലി ചൈൽഡ്ഹുഡ്. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഈ ഒരു സംസാരത്തിൽ മൊത്തത്തിൽ ബർത്ത് മുതൽ, ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളതിന് ബർത്ത് മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ്
ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ ഒരു ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്തെ പാരന്റിങ് അത് അത്രയും നിർണായകമായി ഇമ്പോർട്ടൻ്റ് ആയി, അത്രയും പ്രാധാന്യം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ഏതായാലും വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓഡിയൻസിൽ 1-2 ആളുകളെങ്കിലും അതൊന്ന് ഷെയർ ചെയ്യാനെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ പോക്ക് വളരെ എളുപ്പമാകുമായിരുന്നു. ഒരു 1 വേ ടോക്കിന് പകരം ഒരു ഇന്ററാക്റ്റീവ് ആകുകയാണെങ്കിൽ എല്ലാവർക്കും അത് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയി മാറും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യം, വൈ പാരന്റിങ് അറ്റ് ഏർലി ചൈൽഡ്ഹുഡ് ഇസ് മോർ ക്രൂഷ്യൽ, അത് ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് എന്തുമായിക്കോട്ടെ, ദയവായി അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കാം. ആരെങ്കിലുമൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ച ആ കാലഘട്ടത്തിലാണ് ഉണ്ടാവുക. യെസ്, ഗുഡ് ഗുഡ്. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു അഭിപ്രായങ്ങളുണ്ടോ? കുട്ടികൾക്ക് കറക്റ്റായിട്ട് കുട്ടികൾ നല്ല ഡയറക്ഷനിൽ പോകാനും നല്ല ഗ്രോത്ത് അതുവഴി ഉണ്ടാക്കാനും വളരുന്ന തലമുറയാണല്ലോ അവർ. ഇനി വരാൻ പോകുന്ന ജനറേഷൻ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടും കൂടി. ഓൾമോസ്റ്റ് ഇതിന്റെ ഒരു ക്രക്സ് നിങ്ങൾ രണ്ടുപേരും പറ്റാവുന്ന നിങ്ങളുടെ ഒരു പരിമിതികൾ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ഷെയറിങ്. ഇനി ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ പറഞ്ഞ നമുക്കറിയാലോ, നമ്മളെ ഒരു കുട്ടിയുടെ ജനനം മുതൽ, ശരി ജനനം മുതലല്ല, പ്രഗ്നൻസി മുതൽ തന്നെ, കൺസെപ്ഷൻ മുതൽ തന്നെയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് വളർച്ചയും പിന്നെ ഡെവലപ്മെന്റും വികാസവും. അത് ഒരു മനുഷ്യനെ എങ്ങനെയാണ് പരിവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫൗണ്ടേഷൻ, അതായത് ഈ പറഞ്ഞ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു മെയിൻ പാർട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു മനുഷ്യൻ അഡൾട്ടിലേക്ക് അവൻ പോകുമ്പോഴുള്ള ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഉണ്ടാകേണ്ടതിന്റെ ഒരു മെയിൻ ഫൗണ്ടേഷൻ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് അഥവാ ബർത്ത് മുതൽ 6 വയസ്സ് വരെ നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. അതിൽ ഞാൻ ചില നമ്പർ ഇട്ടുകൊണ്ട് ചില ആസ്പെക്ട്സ് ഇവിടെ പറയുന്നുണ്ട്. അതില് നമ്മുടെ ഒരാൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധി വികാസം അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. അതുപോലെ മറ്റേ മാം പറഞ്ഞ പോലുള്ള കാര്യങ്ങളും. എന്നാൽ ഞാൻ അതിനൊന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പാട്ട് ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. അത് എന്ന് പറയുന്നത് ഹെൽത്തി എന്താ പറയാ ന്യൂട്രീഷൻ അഥവാ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതായത് ഈ ഒരു സമയത്ത് മെയിൻ നമ്മുടെ ഈ ഒരു 6 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ വളർച്ചയിലെയും വികാസത്തിന്റെയും കാര്യത്തിൽ ഒരു ബിഗ് ചേഞ്ച്, നല്ലൊരു പെട്ടെന്നുള്ള ഒരു മാറ്റം അവിടെ, അതുപോലെ പുരോഗതി, ഒരു ഡെവലപ്മെന്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായി ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫിസിക്കൽ അഥവാ ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആ ഒരു വളർച്ചയും അതിന്റെ വികാസവുമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ത്രൂ ന്യൂട്രീഷൻ അല്ലെ, ബർത്ത് മുതൽ ഒരു 2 വർഷത്തോളം ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും. ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് തന്നെയാണ് ബ്രസ്റ്റ് ഫീഡ് എന്ന് പറഞ്ഞത്. അതുപോലെ പിന്നീട് അങ്ങോട്ട് നമ്മൾ കൊടുക്കേണ്ടത്, ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ഫുഡുകളൊക്കെ, ലൈറ്റ് ഫുഡുകളൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ. അവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഒരു ടേം ഞാൻ യൂസ് ചെയ്യാണ്, അതായത് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ ഡയറ്റ്, കുട്ടിക്ക് കൊടുക്കുന്ന ഡയറ്റ് അത് ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ബേസിക് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഏതൊക്കെയാ, അതായത് നിർബന്ധമായിട്ട് ഒരു കുട്ടി കിട്ടേണ്ട പോഷകാഹാരങ്ങൾ, അതിലുണ്ടാകേണ്ട പോഷകങ്ങൾ, അതിൽ നമ്മളെ കാർബോഹൈഡ്രേറ്റ്, നമുക്കറിയാം നമ്മളെ റൈസും അതുപോലുള്ള അന്നജം, നമ്മളെ അർത്ഥം പറയാവുന്ന കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ ഒരുവിധം നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളീസ് ആണ് കൂടുതൽ എന്നാണ് കേട്ടിട്ടുള്ളത്. ഇന്ത്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളീസ് തന്നെയാണ്. അരി ഭക്ഷണം, അതുപോലുള്ള അരി പൊടിച്ചതുമായിട്ടുള്ള അതുപോലെ കാര്യങ്ങൾ, പിന്നെ നമ്മളെ പൊട്ടറ്റോ, ടാപ്പിയോക്ക, അതിൽ വരുന്നുണ്ട്. ഇതാണ് കാർബോഹൈഡ്രേറ്റ്. അടുത്തതായി ഈ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തത് പ്രോട്ടീൻസ് നമ്മൾ പറയാം ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ റിപ്പയർ ആൻഡ് റീജനറേഷൻ, നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട എല്ലാ ആ തരത്തിലുള്ള
പിന്നെ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അവിടെ സെല്ലുകൾ വളർച്ച ബിൽഡ് ചെയ്യുക, നമ്മുടെ സെല്ലിനെയും സിസ്റ്റത്തെയും എല്ലാം ടിഷ്യൂസിനൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ പറയുന്നത്. ഇനി അടുത്തത് നമുക്കറിയാം ഫാറ്റ്സ് നമുക്ക് ആവശ്യമുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ എന്താ പറയാ മോശം ഫാറ്റിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ ഫാറ്റ്സ് നമുക്ക് എസെൻഷ്യൽ ആണ്. ഇനി മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ബാലൻസ് ആയി അതിന്റെ റൈറ്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ളത്. അത് ശരിക്കും പറയാറുള്ളത്, ഒരു ഫുഡ് നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മെനുവിൽ അത് 25% കാർബോഹൈഡ്രേറ്റ്, 25% ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ, 25% മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, 25% ഫാറ്റ്സ്, പിന്നെ വാട്ടർ, ഇതായിരിക്കണം നമ്മുടെ ഫുഡ് എന്നുള്ളതാണ്. അത് പിന്നെ സിംഹം പറയുകയാണെങ്കിൽ ഒരു പിടി ചോറ്, അത്ര തന്നെ വെജിറ്റബിൾസ്, പിന്നെ നമ്മൾ പ്രോട്ടീൻസ് കാര്യമൊക്കെ കിട്ടുന്നത്, പിന്നെ ഫാറ്റ്സ് ഒക്കെ കിട്ടുന്ന മീറ്റ് കാര്യങ്ങൾ, ഇങ്ങനെ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഫുഡ് എന്നാണ് ഡയറ്റീഷ്യന്മാർ ന്യൂട്രീഷ്യന്മാരൊക്കെ പറയാം. അതാണ് ആക്ച്വൽ ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ ഒരു കൾച്ചർ പ്രകാരം അങ്ങനെ അല്ലെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഈ ഒരു പിന്നെ ബാലൻസിങ്ങിലേക്ക്, അതായത് മാക്സിമം മറ്റ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് കൂടെ ഉൾപ്പെടുത്തും. ഇത് നമുക്ക് ഈ സമയത്ത് കുട്ടികളെ പർപ്പസ്ലി ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കാൻ ശ്രമിക്കണം. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും നമ്മുടെ ശരീരത്തിന്റെ എല്ലാം നമുക്കറിയാം ബ്രെയിനും എല്ലാം വളരുന്ന സമയമാണ്. ഇനി ഞാൻ അതിന്റെ ജനറലി ഒന്ന് ശരീരത്തെ പറഞ്ഞ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ സൂചിച്ച പോലെ ബുദ്ധി അഥവാ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ്. അതായത് റാപ്പിഡ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി ഈ ഒരു സമയത്ത് നടക്കുന്നത്. നമുക്കറിയാം ഒരു കുട്ടി നമ്മുടെ കൺസെപ്ഷൻ നടന്നു, എംബ്രിയോ ആയി, പിന്നെ ഏകദേശം 5 വീക്ക് ആകുമ്പോൾ ആ കുട്ടി അതായത് പ്രഗ്നന്റ് ആയി നിൽക്കുന്ന പിന്നെ എംബ്രിയോയുടെ ഫീച്ചേഴ്സിന്റെ 5 വീക്ക് ആകുന്ന സമയത്തുള്ള ബ്രെയിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ആപ്പിളിന്റെ കുരുവില്ലേ, ആപ്പിൾ സീഡ്, അതിന്റെ അത്രയും സൈസ് ആണെന്നാണ് നമുക്ക് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനി അത് വളർന്ന് ജനിക്കുന്ന സമയത്ത് ഒരു അഡൾട്ട് ബ്രെയിനിന്റെ 25% പിന്നെ സൈസ് ഓർ വെയിറ്റിലേക്ക് ജനിക്കുന്ന സമയത്ത് അത് വളർന്നിട്ടുണ്ടാവും. എന്നാൽ 1 വർഷമാകുമ്പോഴേക്കും ഇതിന്റെ ഇരട്ടിയായി അത് മാറും. എന്നാൽ ഈ പറയപ്പെടുന്ന നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് തീരാറാകുമ്പോഴേക്കും അഥവാ 6 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിയുടെ ബ്രെയിൻ അഡൾട്ട് ബ്രെയിനിന്റെ 90% അവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. അതിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും എല്ലാം ന്യൂറോൺ കണക്ഷൻസ് എല്ലാം അവിടെ സംഭവിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് അത് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അത് ക്രൂഷ്യലാവണത് പാരന്റിങ്. കാരണം ഈ ഒരു സമയത്ത് പാരന്റ്സിന് ചെയ്യാനുള്ള, കാരണം ഈ സമയത്ത് ഈ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സെൻസറി കാര്യങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം അതുപോലെ ലിംഗ്വിസ്റ്റിക് നമ്മളെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോ അതായത് ഒരു ബ്രോക്കാസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിലൊരു ഏരിയ ഉണ്ട്. അവിടെ എന്ന് വെച്ചാല് നമ്മളെ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ അതിന്റെ ഏരിയ ആണ്. അതിന് പിന്നെ ബ്രോക്ക എന്നുള്ള സയന്റിസ്റ്റ് ആണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന അതിന്റെ മെയിൻ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അത് ഏകദേശം നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് എന്നുള്ളത് മോർ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്കറിയാം, ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ച ഒരു ബാലൻസ്ഡ് ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ബ്രെയിൻ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. അതിന്റെ പുറമെ പാരന്റ്സിന് എന്താണ് റോൾ ഉള്ളത് ഈ ബ്രെയിൻ ഡെവലപ്മെന്റിൽ? അവിടെ പ്രോപ്പർ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ബോധപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. അതായത് ഇന്ററാക്ഷന്, പ്ലേ, അതുപോലെ തന്നെ ലേണിംഗ് കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ഈ രീതിയിൽ എന്ത് ചെയ്യണം, ബ്രെയിൻ അവരുടെ പിന്നെ കോഗ്നിറ്റീവ് ബ്രെയിനിന്റെ ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ അവരെ കൂടുതൽ യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ബ്രെയിൻ ഡെവലപ്മെന്റ് അതിന്റെ 90% ഈ ഒരു സമയത്ത് നടക്കുന്നു. അതിൽ പാരന്റ്സിന് ബോധപൂർവമായ ഒരു റോൾ അവിടെ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്തത് പിന്നെ ഒരു സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ഈ ഒരു സമയത്ത് നന്നായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഒരു കുട്ടി വളർന്ന് ഈ ഒരു 6 വയസ്സാകുമ്പോഴേക്ക് ഒരു എമ്പതി, നമുക്കറിയാം സിമ്പതി എമ്പതി നമുക്ക് എല്ലാവർക്കും എന്റെ ഈ ഒരു പിന്നെ നമ്മളെ എന്താ പറയാ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ അത് ഫെമിലിയർ ആണ്. അപ്പൊ എമ്പതി, അതുപോലെ മറ്റുള്ള ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ കുറച്ച് സോഷ്യൽ നോംസ് ഉണ്ട്. അത് നമ്മളെ സാമൂഹികമായ ചില കാര്യങ്ങൾ അഥവാ നമ്മളെ
സഹകരണം, കോപ്പറേഷൻ അത് തന്നെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ റെസ്ട്രിക്ഷൻസ്, ബൗണ്ടറീസ് ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ കുട്ടി പഠിച്ച് മനസ്സിലാക്കി വരുന്ന ഒരു സമയമാണ്. അപ്പോ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആ കുട്ടിയെ ഈ ഒരു സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ആ ഒരു പാരന്റ് റോൾ മോഡൽ ആവും എന്നുള്ളതാണ് അല്ലെ? വാല്യൂസിന്, അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഇപ്പൊ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. വീട്ടിലേക്ക് ഒരു ബെഗർ വരികയാണ്, ഒരു യാചകൻ വരികയാണ്. ആള് പിന്നെ എന്താ പറയാ, അങ്ങേയറ്റം കണ്ണ് കാണാത്തതോ ഏതെങ്കിലും നിലയ്ക്ക് ഡിസേബിൾഡ് ആയിട്ട് ആള് വരികയാണ്. ആ പാരന്റ് കുട്ടിയോട് പറയാണ്, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ വേണ്ടി ആ കുട്ടിയോട് പറയാൻ എന്തായിരിക്കും അവസ്ഥ? ഈ കുട്ടി മനസ്സിലാക്കുക, ഇങ്ങനത്തെ ആളുകൾ വരുമ്പോ അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിക്കേണ്ട ലെസൺ അല്ലെ? അങ്ങനെയല്ല മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ആ പാരന്റ് നെഗറ്റീവ്ലി അതൊരു റോൾ മോഡലായി മാറുകയാണ്. നമുക്കറിയാം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജന്മം മുതൽ അത് കാര്യങ്ങൾ അല്ലെ, സെൻസറി ഓർഗൻസ് എല്ലാം ഡെവലപ്പായി ആ ഒരു കാഴ്ചകളി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കുട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് നമുക്കറിയാം ഇമിറ്റേഷൻ ആണ്. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ചിന്തകളിലൂടെ പോലും, അവരെ കോഗ്നിറ്റീവ് ലെവൽ പോലും ഈ ഒരു ഇമിറ്റേഷൻ നമുക്ക് വരും. അങ്ങനെ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാരന്റ് എന്ന് വെച്ചാൽ ഒരാൾ വരുമ്പോൾ അയാളെ വളരെ നല്ല രീതിയിൽ പിന്നെ അയാളുടെ ഡിസബിലിറ്റി മനസ്സിലാക്കി മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ട ആളാണ്, സപ്പോർട്ട് വേണ്ട ആളാണെന്ന് ബോധ്യപ്പെട്ട ഒരു പാരന്റ് ഈ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വിഷയത്തിൽ എമ്പതി, ഷെയറിങ്, ഓപ്പറേഷൻ ഇതിലൊക്കെ നല്ലൊരു റോൾ മോഡൽ അവിടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു കുട്ടി ആ ഒരു വാല്യൂ ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യും. ഓഫ് കോഴ്സ്, കാരണം ഇത് ബ്രെയിൻ ആയിട്ടും നമ്മുടെ മറ്റ് കോഗ്നിറ്റീവ് തോട്ട്സ് ആയിട്ടൊക്കെ അതിന് കണക്ഷൻ വരും. ആ കുട്ടി ഏറ്റവും നല്ലൊരു ആ വിഷയത്തിൽ നല്ലൊരു പേഴ്സണാലിറ്റി മാറും. മീൻസ് അത്തരം ഒരു പിന്നെ സോഷ്യൽ കുറെ സ്കില്ലുകൾ ആ കുട്ടി ഈ തന്റെ പാരന്റിൽ നിന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ കുട്ടിയല്ലേ, 2 വയസ്സ് 3 വയസ്സല്ലേ 4 വയസ്സല്ലേ എന്ന് കരുതി ഒരിക്കലും നെഗ്ലക്ട് ചെയ്തുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസും നമ്മൾ ചെയ്യരുത്. എസ്പെഷ്യലി കുട്ടികൾ ഉണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി, ഏറ്റവും മിനിമം എനിക്ക് പറയാനുള്ളതാണ്, കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് അവിടെ പിന്നെ പെരുമാറേണ്ടത്. അങ്ങനെ കുട്ടികളിൽ ഏറ്റവും നല്ല ഒരു പിന്നെ എന്താ പറയുക സോഷ്യൽ ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെ? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ മറ്റുള്ളതിനൊക്കെ റെസ്പെക്ട് ചെയ്യാനുള്ള ആ രീതിയിലുള്ള ഒരു സംഭവമാണ് നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ലാംഗ്വേജ് അല്ലെ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ സംസാരിച്ച് അല്ലെ, പറയാൻ ശ്രമിച്ച് പിന്നെ വരക്കാൻ, എഴുതാൻ, നമുക്കറിയാം നമ്മളെ പ്രൈമറി കുട്ടികളുടെ പിന്നെ കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ 6 വയസ്സിലായിരുന്നു കുട്ടികൾ സ്കൂളിലേക്ക് പോയിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഒരു 3 വയസ്സ് മുതൽ കുട്ടികൾ പിന്നെ കിൻഡർ ഗാർട്ടനിലും പിന്നെ പ്ലസ് സ്കൂളുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി തുടങ്ങാൻ. അപ്പോ പാരന്റ്സിന്റെ റോൾ അവിടെ കുറയല്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടി എന്ന നിലക്ക് ആ കുട്ടിയോട് പെരുമാറുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു കെയർ ഗീവർക്കോ അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിലെയോ കിൻഡർ ഗാർട്ടനിലോ അവർക്ക് ഒരു ആയമാർക്കൊന്നും ചിലപ്പോൾ അത്രത്തോളം പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ പരിക്കുകൾ ഉണ്ടാവുന്നു അതൊക്കെ ഈ കുട്ടിയെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ സ്കൂളിൽ പോകുന്നതിന്റെ മുമ്പ് നമ്മൾ എവിടെ അയക്കുന്നുവോ അവിടെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ വളരെ ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് സന്ദർഭം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈ സമയത്ത് പാരന്റ്സിന് ചെയ്യാനുള്ള എന്താണ്, കൂടുതൽ വൊക്കാബുലറികൾ, വേർഡ്സ് ഒക്കെ അവരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഇട്ടുകൊടുക്കുക. അതുപോലെ തന്നെ അവരുമായി പിന്നെ പർപ്പസ്ലി അല്ലെ പിയേഴ്സുമായിട്ടും ഒക്കെ ഒരു കോൺവെർസേഷൻ, ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കാരണം കുട്ടികൾ നമുക്കറിയാം, ഒരു വളർന്നു വരുന്ന കുട്ടി എല്ലാത്തിലും ക്യൂരിയസ് ആണ് അല്ലെ? ഒരു തീ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ തീ തൊടാൻ ശ്രമിക്കും. ഓഫ്കോഴ്സ്, കാരണം ആ കുട്ടി ഒരു പുതിയ സംഭവമാണ്, ക്യൂരിയസ് ആണ്. വൺസ് ടച്ച് ചെയ്ത് അത് ചൂടാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ ഒരു ലേണിംഗ് നടക്കും. പിന്നെ എന്ത് ചെയ്യില്ല, അത് അങ്ങോട്ട് തൊടാൻ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വളരെ ക്യൂരിയസ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജിന്റെ കാര്യത്തിലും ലേണിംഗിന്റെ കാര്യത്തിലും ഈ വിഷയത്തിലൊക്കെ എന്ത് ചെയ്യും, കുട്ടി പിന്നെ കൂടുതൽ ക്യൂരിയസ് ആയിരിക്കും. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? പാരന്റ്സിന്റെ റോൾ എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ കഥകൾ പറഞ്ഞു കൊടുക്കുക. കാരണം അവരെ ഒരുപാട് വൊക്കാബുലറീസ് എക്സ്പോസ് ചെയ്യിപ്പിക്കുക ത്രൂ അവർ ടോക്സ് അല്ലേ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്, പിന്നെ നല്ല വേർഡ്സ് കുട്ടി പഠിക്കും. അതേപോലെ ഈ പാരന്റ്സ്
യൂസ് ചെയ്യുന്നത് വേർഡ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ചീത്ത വാക്കുകളാണെങ്കിൽ അതും ആ കുട്ടിയോടെ പഠിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നല്ല നല്ല സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ ചോദിക്കുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുക, ആൻസർ ചെയ്യുക. പിന്നെ അവരുടെ ഈ ഒരു പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു സപ്പോർട്ട് ആവശ്യത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാം. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ഏരിയ ആണ്. വളരെ ബ്രീഫ് ആയിട്ട് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റി, നമ്മളെ ഓൾ പേഴ്സണാലിറ്റി അല്ല, അത് നമ്മൾ അവസാനം പറയുന്നുണ്ട്. അതായത് ബിഹേവിയർ ഫൗണ്ടേഷൻ ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഹാബിറ്റ്സ്, റൂട്ടീൻസ്, പിന്നെ സെൽഫ്. അതായത് പിന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശീലങ്ങൾ അല്ലെ, എണീച്ചു കഴിഞ്ഞാൽ നേരെ ബ്രഷ് ചെയ്യുക. ഞാൻ ഒന്ന് ഇന്ററാക്ഷനിലേക്ക് വരികയാണ്. ഒരു ചെറിയ കുട്ടി ജനിച്ച് ഇങ്ങനെ വളർന്ന് നടക്കാനൊക്കെ തുടങ്ങിയത് മുതൽ അവൻ ഉണ്ടാകേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാ, റൂട്ടീൻസിൽ നമുക്ക് വരാം. ഹാബിറ്റ്സ് എന്തൊക്കെയാ ഒന്ന് രണ്ട് ആളുകൾ പറയും. നമ്മുടെ കോമൺ ഹാബിറ്റ്സ് കുട്ടികൾക്ക് അവര് വളർത്തിയെടുക്കുന്നു. ആരെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ചെയ്ത് പറയോ? പ്രാഥമിക ശീലങ്ങൾ, അതായത് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ മുഖം കഴുകുക, പല്ല് തേക്കുക, കുളിക്കുക, യെസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഗുഡ്, താങ്ക് യു. പിന്നെ പറഞ്ഞോളൂ. നന്ദിയോടുകൂടി അന്നത്തെ ദിവസത്തെ നമ്മൾ എന്താ പറയാ, ഇനിയുള്ള ആ ദിവസം നന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും കുട്ടികളെ. ഇല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ കുട്ടികളെ കഴിഞ്ഞ ഫുഡ് സമയത്ത് ഓരോരോ കറക്റ്റ് ടൈമിൽ ഫുഡ് രാവിലെ തന്നെ ഇപ്പൊ മോർണിംഗ് 9 to 9:30 ആണല്ലോ ബ്രെയിൻ ഫുഡ് എന്ന് പറയണത്. അപ്പൊ അത് കഴിക്കാൻ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. അതിനുശേഷം ഡെയിലി അത് റൊട്ടീൻ കറക്റ്റ് ആയിരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അപ്പോൾ അവരുടെ ടൈം ടേബിൾ അനുസരിച്ച്, സ്കൂളിന്റെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് അതൊക്കെ പ്ലാൻ ചെയ്യും. വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ. അതെ, നമുക്ക് റുട്ടീൻസ് പറയുമ്പോൾ, കാരണം പിന്നെ നമുക്കറിയാം ഈ റുട്ടീൻസും ഹാബിറ്റ്സും അല്ലെ. റുട്ടീൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ കോൺഷ്യസ്ലി സ്ട്രക്ചറലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തുടർന്ന് കഴിഞ്ഞാൽ അതൊരു കുട്ടി അല്ലെ, ഈ ഒരു സമയത്ത് ആ ഒരു കുട്ടി പിന്നെ അതിങ്ങനെ നമ്മൾ പാരന്റ്സ് പർപ്പസ്ലി അതിങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ് അല്ലെ. എന്നാൽ അവിടെ ഒരു പാരന്റ് പ്രോപ്പറായിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് ആ വിഷയത്തിൽ കുട്ടി ബാക്കാവും. ഇവിടെ കുറച്ചൊന്നും ഞാൻ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം കൂടെ വെച്ചിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മള് പിന്നെ എന്താ പറയാ, ഇപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയുടെ ഒരു ഏതൊരു വിഷയത്തിലും ആ കുട്ടിയെ നമ്മൾ സെൽഫ് എഫിഷ്യന്റ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു പാരന്റ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു വിഷയത്തിൽ ആരെങ്കിലും ഒന്നൊരു അഭിപ്രായം പറയും. ഈ വളർന്നു വരുന്ന കുട്ടികളെ എങ്ങനെയാണ് നമ്മളെ പാരന്റ്സ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഇതുവരെ പറയാത്ത ആരെങ്കിലും ഒക്കെ ഒന്ന് പറയണേ. ഞാൻ ക്ലൂ പറയാം. അതായത് പൊതുവെ നമ്മൾ ഇന്നത്തെ കുട്ടികൾ പലതിലും ഡിപ്പെൻഡന്റ് ആണ്, സെൽഫ് എഫിഷ്യന്റ് അല്ല. ഈവൻ എത്രത്തോളം എന്ന് വെച്ചാൽ മാരേജ് കഴിഞ്ഞിട്ട് പോലും ഇത്തരം പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിലൊക്കെ ഫൗണ്ടേഷൻ ആണ് നമ്മളെ പറഞ്ഞുകൊടുക്കുന്നത്. പിന്നെ ആരെങ്കിലും ഒന്ന് പറയും, ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയും എങ്ങനെയാണ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളെ ഇപ്പോഴത്തെ മോഡേൺ പാരന്റ്സ് നമ്മളെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റാൽ തന്നെ സ്വന്തമായിട്ട് തന്നെ പല്ല് തേക്കുക, ബാത്റൂമിൽ പോവുക, കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സന്നദ്ധത ചെയ്യാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. സ്കൂളിൽ പോകുന്നതിന് തന്നെ പോകുന്നതിന് മുമ്പ് ഡ്രസ് എടുക്കുക, വേണ്ടതാണ്. ഞാൻ മാമിനോടൊന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഇന്നത്തെ ഒരു മെജോറിറ്റി നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ടീച്ചേഴ്സൊക്കെ നമുക്ക് അറിയാൻ പറ്റും കുട്ടികളെ. ഇന്നത്തെ ഒരു മെജോറിറ്റി പാരന്റ്സിന്റെ ഒരു ഈ വിഷയത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? അങ്ങനെയാണോ? അല്ല, മെയിനായിട്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുതലാണ്. പിന്നെ കുക്കിംഗ് ഇല്ല, ഫുൾ എന്താ പറയാ, ഫുഡ് വീട്ടിൽ വെച്ച് കിച്ചണിലൊന്നും വെച്ച് കാണുന്നില്ല, കഴിക്കുന്നില്ല, ഒക്കെ ഫാസ്റ്റ് ഫുഡാണ്. കുട്ടികളും ആ ഒരു ജനറേഷനിലേക്ക് മാറും. ആ ഒരു ഓക്കെ, ഗുഡ്, താങ്ക് യു. അതായത് ഇതിലെ മൊത്തത്തില്
ഇതിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞത് ഇന്ന് അതിന്റെ ഒരു നല്ലൊരു റീസൺ, അതിന്റെ ഒരു എന്തുകൊണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മാമോടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്ന് പാരന്റ്സും എന്താണ് കുട്ടികളുടെ വിഷയത്തിൽ എന്താ പറയാ അത്രയും അറ്റൻറ്റീവ് അല്ല എന്നുള്ളതാണ്. അതായത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് പിന്നെ കുട്ടികളെ പർപ്പസ്ലി ട്രെയിൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പല്ല് തേക്കുന്നില്ല, ഒരു 4 വയസ്സായ കുട്ടി, പിന്നെ 5 വയസ്സായ കുട്ടി, 6 വയസ്സായ കുട്ടിക്കും രാവിലെ എണീച്ച് അമ്മ പല്ല് തേപ്പിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്താ അവസ്ഥ എന്താ? അതില്ലാന്ന് നിഷേധിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഉണ്ടല്ലോ. സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാൻ, അതേപോലെ ബാത്റൂം നമ്മളെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് വൃത്തിയായി ഫസ്റ്റിലൊന്നും അവർ വൃത്തിയായി ചെയ്തു കൊള്ളണമെന്നില്ല. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യണം, അവരെ ഈ ഇത്തരം വിഷയങ്ങൾ എല്ലാം ഒരു ഇന്നത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്, സ്പൂൺ ഫീഡിങ്, അമൂൽ ബേബീസ്. ഈ രീതിയിലാണ് ഇന്നത്തെ നല്ലൊരു ശതമാനം പാരന്റ്സും ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഒരു അത്തരത്തിലുള്ള കുട്ടികളെ സെൽഫ് എഫിഷ്യന്റ് ആക്കാനുള്ള ഒരു ശ്രമം വളരെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം പെട്ടെന്ന് ഇത് ഇവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കുട്ടികൾ ചെയ്യുമ്പോൾ സമയം എടുക്കുമല്ലോ. അപ്പൊ ഇവിടെ ഇവരെ കുട്ടികള് സ്വയം റുട്ടീൻസ് നമ്മൾ ട്രെയിൻ ചെയ്ത് അവർക്ക് ഉണ്ടാക്കാൻ അവരെ പരിശീലിപ്പിക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യും, ഹാബിറ്റ്സുകൾ അവർ ഡെവലപ്പ് ചെയ്തു വരും. അല്ലെ, ഹാബിറ്റ്സ് ആണ് അവർ അൺകോൺഷ്യസ് ആയി ചെയ്യുന്ന, ഓട്ടോമാറ്റിക് ആയി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ റുട്ടീൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു, അതിൽ ഇത്തരം കാര്യങ്ങളിൽ പയ്യെ ട്രെയിനിങ് ഗ്രാജുവലി കൊടുത്തു കഴിഞ്ഞാല്, അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മൾ പർപ്പസിൽ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. ഞാൻ എന്നൊരു വ്യക്തി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക്, ആ ഒരു ബോധത്തിലേക്ക് അവർ വരും. ആത്മാഭിമാനം അവർക്കുണ്ടാവും. അതേപോലെ ഒരു കോൺഫിഡൻസ് ലൈഫിലുണ്ടാവും ഓഫ് കോഴ്സ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ബിഹേവിയറൽ ഫൗണ്ടേഷൻ എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ എന്താ പറയാ പാരന്റ്സ് നന്നായിട്ട് ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. ഇനി അടുത്തത് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയ കാര്യമാണ് പറയുന്നത്. അതായത് ഇമോഷണൽ സെക്യൂരിറ്റി. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പാരന്റ്സ് കുട്ടികൾക്ക് എപ്പോഴും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുമ്പോൾ കുട്ടി എന്താ പറയാ ഫുള്ളി ഡിപ്പെൻഡന്റ് ആണ്. അവിടെ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പാരന്റ് എനിക്ക് വിശ്വസിക്കാവുന്ന, ട്രസ്റ്റ് ചെയ്യാവുന്ന, എന്റെ കാര്യങ്ങളിൽ എനിക്ക് ധൈര്യപ്പെടാവുന്ന ഒരാളാണ് എന്നുള്ള ഒരു സെക്യൂർ ഫീലിംഗ്, ഒരു സേഫ്റ്റി ഫീലിംഗ് എന്ത് ചെയ്യണം, അതുണ്ടാക്കി കൊടുക്കണം. അതെങ്ങനെയാ? ആ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് പാരന്റും കുട്ടിയും തമ്മിൽ ഉണ്ടാവണം. ഇനിയിപ്പം പാരന്റ്സ് രണ്ടുപേരും ജോലിക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആയമാര്, കെയർ ഗീവേഴ്സ് ഉണ്ടാവും. ഈ ആളുകൾ അവരങ്ങ് ഏൽപ്പിച്ച് കുറച്ച് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ജനനം മുതൽ ഈ ഒരു 6 വയസ്സുള്ള ഈ സമയത്ത് പലപ്പോഴും ഇപ്പോഴത്തെ ഒരാൾ കൾച്ചറാണ്. കാരണം മാക്സിമം എല്ലാവർക്കും ജോലി വേണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വഭാവം എന്താവും, കെയർ ഗീവേഴ്സ് ആയിരിക്കും നോക്കുക. ഏറ്റവും ക്രൂഷ്യൽ പീരീഡിൽ ഈ കുട്ടികളെ നോക്കുന്ന കെയർ ഗീവേഴ്സ് ആണ്. പല വീടുകളിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ അവയർനെസ് ഒന്നും അവർക്ക് ഉണ്ടായിക്കോണമെന്നില്ല. അവരെ ചേർത്തോളം അതൊരു ജോലി മാത്രമായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്ത് പരിക്കും ഓഫ് കോഴ്സ് ആ കുട്ടിയുടെ മുഴുവൻ ലോങ് ടേം ലൈഫിൽ അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇനിയിപ്പം അനി പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെ കെയർ ഗീവേഴ്സ് ഒന്നും വെക്കാതെ നമ്മൾ ജോലി നിർത്തി വെക്കണം എന്നുള്ളതല്ല. അവിടെ അത്രയും എന്താ പറയാ കൃത്യമായി ബോധമുള്ള ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യണം കെയർ ഗീവേഴ്സിൽ വെക്കുമ്പോൾ, അയമാരെ വെക്കുമ്പോൾ. അതേപോലെ ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമ്മളെത്തുമ്പോൾ മാക്സിമം എന്ത് ചെയ്യണം, കുട്ടികൾക്ക് സമയം കൊടുക്കണം. നമ്മൾ ആ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അങ്ങനെ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യും. കാരണം ഒരു വിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ, സ്വന്തം പാരന്റ്സിൽ ഒരു ട്രസ്റ്റ് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ കുട്ടി ഒരാളെയും വിശ്വസിക്കൂല. നമ്മളെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഇതാണ്, ഒരാളെയും വിശ്വസിക്കാത്തൊരു പ്രകൃതം. ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, അതുപോലെ തന്നെ കോൺഫിഡൻസ് കാര്യങ്ങളൊന്നും ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ നെഗ്ലക്ട് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് കെയർ, നമ്മള് പാരന്റ്സ് സമയമില്ലാത്ത എന്ത് പേരിലായിക്കോട്ടെ കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അവർക്ക് സമയം കൊടുക്കുന്നില്ല, ഒരു കൺസിസ്റ്റന്റ് ആയ കെയർ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.
ഇവിടെ നമ്മൾ ഒരു പാരന്റ് റോള് എന്ന് പറയുന്നത് എന്താ പറയാ അൺകണ്ടീഷണൽ ലവ് അല്ലേ? ആ ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോയാൽ പോരാ, എല്ലാവരും പറഞ്ഞ വാക്കാണ്. വി ഹാവ് ടു ഗീവ് ടൈം ഫോർ അവർ ചൈൽഡ്. നമ്മളെ കുട്ടിക്ക് സമയം കൊടുക്കണം. എത്ര വലിയ ജോലി ആയിക്കോട്ടെ, എത്ര തിരക്കുള്ള മനുഷ്യനായിക്കോട്ടെ, പിന്നെ ആരുമായിക്കോട്ടെ, നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ കുട്ടിയുടെ പാരന്റ് നമ്മളാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ സമയം കൊടുത്തിരിക്കണം. അല്ലെ? നമുക്കറിയാം, ഇന്ന് നമ്മൾ പിന്നെ ജസ്റ്റിങ്ങനെ വരുമ്പം ഒരു പിന്നെന്താ പറയാ, ഒരു പാരന്റ് ദിവസങ്ങളോളം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, ദിവസങ്ങളോളം ആ കുട്ടി ഒന്ന് ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് അറ്റാച്ച്മെന്റ് ആണ് ആ കുട്ടി, ഒന്ന് ഹഗ് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു കിസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് അറ്റാച്ച്മെന്റ് ആണ് ആ ഒരു കുട്ടിയും ആ പെണ്ണും തമ്മിലുണ്ടാവുക? ആ കുട്ടി എങ്ങനെ ആ കുട്ടിക്ക് ഒരു പാരന്റിനോട് ലവ് ഫീൽ ചെയ്യുക, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ, അട്രാക്ഷൻ ഫീൽ ചെയ്യുക? അപ്പോ ഇവിടെയാണ് പർപ്പസ്ലി നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ജോലി ആയാലും ശരി, കുട്ടികളുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ, സംസാരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു. അതേപോലെ അവരൊന്ന് ഹഗ് ചെയ്യാൻ, കിസ് ചെയ്യാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ആ രീതിയിൽ നല്ലൊരു അറ്റാച്ച്മെന്റ് നമ്മൾ കുട്ടികളുമായി നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആവശ്യത്തിൽ സൂചിപ്പിക്കാൻ ഉള്ളത്. ഏറ്റവും കുറവ്, ഞാൻ ഇതിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് ഫിസിക്കൽ അല്ലെങ്കിൽ കുറച്ച് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ഒരു സംഭവം ഇനിയും അതിന്റെ അവസാനത്തിൽ കൺക്ലൂഡ് ചെയ്യുമ്പോഴുള്ള ഒരു വിഷയങ്ങൾ എന്ന് പറയുന്നത്, അത് കുട്ടിയുടെ മാനസികമായിട്ടുള്ള പിന്നെ അതിന്റെ ഡെവലപ്മെന്റ് അല്ലെ, മെന്റൽ ഡിസോർഡറുകളിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് നമ്മളിന്ന് പിന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് മെന്റൽ ഇഷ്യൂസ് ഉണ്ട്, അതിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ഈ കുട്ടിയെ തള്ളിവിടുക എന്നുള്ള ഒരു ബോധം നമുക്ക് പാരന്റ്സിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാണ്. ഇനി ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ളത് കുറച്ച് ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പം ഈ സമയത്ത്, ഈ ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള സമയത്ത്, ഈ ഒരു സമയത്ത് നമ്മള് പിന്നെന്താ പറയാ, കോൺഷ്യസ് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ അവയർനെസ് നമുക്കില്ല എങ്കിൽ, അത് വിഷയത്തിലുള്ള അറിവ് നമുക്കില്ല എങ്കിൽ തീർച്ചയായും അതിന്റെ ഇമ്പാക്ട് അത് ലോങ് ടേം ആയിരിക്കും. അതില് ഒന്നാമതായി നമുക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്. അത് തീർച്ചയായും ആ വിഷയത്തിൽ ആ കുട്ടികളെ അത് ബാധിക്കും എന്നുള്ളത് തീർച്ചയായും. കാരണം ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇതെല്ലാം എന്ത് വേണം, അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ വേണ്ട സ്റ്റിമുലേഷനും കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കും. പിന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇമോഷണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊരു സേഫ്റ്റി, സെക്യൂർ, ഒരു ട്രസ്റ്റ് ഈ സമയത്ത് ഫീൽ ചെയ്യില്ലെങ്കിൽ, അഫെക്ഷൻ, ലവ്, കെയർ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറഞ്ഞ ഒരു മിസ്ട്രസ്റ്റ് വരും. അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു ലേണിംഗില്, പ്രോപ്പർ ലേണിംഗിലേക്ക് ആ കുട്ടി എത്തിയിട്ടില്ല. കാരണം ആരാ ട്രെയിൻ ചെയ്യേണ്ട, ഈ ലേണിംഗിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് പാരന്റാണ്. അവിടെ പാരന്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇനിയോ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താ, നമുക്കറിയാം റെസിലിയൻസ് അല്ലെ, നമ്മളെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യന്റെ മെന്റലി അവന്റെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, അവന്റെ ഇഷ്യൂസിനോടുള്ള അതിനെ കോപ്പ് ചെയ്ത് അതിന് സ്കില്ല് വളർത്തിയെടുക്കും. ആ ഒരു റെസിലിയൻസ് അതെന്ത് ചെയ്യും ഈ സമയത്ത് പിന്നെ കിട്ടൂല, ആ ഒരു പ്രതിരോധം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഫിസിക്കലി, മെന്റലി നമ്മൾ കാണുന്ന മറ്റെല്ലാ വിഷയങ്ങളിലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഫെയിലിയർ ആകും. കാരണം സൂചിപ്പിച്ച പോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏറ്റവും ക്രൂഷ്യൽ, ഏറ്റവും അതിന്റെ ഫൗണ്ടേഷൻ പീരിയഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഇതിന്റെ ഒരു മറുവശം എന്താ? കാരണം പിന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു 6 വയസ്സുള്ള സമയത്ത് നമുക്ക് ആസ് എ പേരന്റ് നമുക്ക് പ്രോപ്പർ നമുക്ക് അറിവില്ലായ്മ കൊണ്ടോ എന്തോ ആയിക്കോട്ടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി 90% നമ്മുടെ ബ്രെയിൻ ഡെവലപ്ഡ് ആയി. പിന്നീട് ഇനി ബാക്കി 10% എപ്പോഴാണ് ഡെവലപ്പ് ആവുന്ന പറയും, ഏകദേശം ഒരു മിഡ് 20s. ഈ 6 വയസ്സ് കഴിഞ്ഞ് വീണ്ടും ഏകദേശം ഒരു 10, 15, 20 വർഷങ്ങൾക്ക് കൊണ്ടേ പിന്നെ ബാക്കി 10% ഡെവലപ്പ് ആവുള്ളൂ. 90% ഇവിടെ ഡെവലപ്ഡ് ആയി. ഇവിടെ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവാണ് അല്ലേ? ആ ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടൂല. കുട്ടി 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സ് കഴിഞ്ഞാൽ ആ സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല ഇതിന് ഈ ഒരു കാര്യം നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് നമുക്ക് അവിടെ അതിന്റെ
പിന്നെ ആ ഒരു കുറവ് നികത്താൻ പറ്റില്ല. അതേപോലെ പിന്നെ ഈ പറഞ്ഞല്ലോ ലൈഫ് ഒരു മനുഷ്യന്റെ ഹോൾ ഡെവലപ്മെന്റ് അതിലേക്കാണ് വരുന്നത്. അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഫിസിക്കലി മെന്റലി ഇമോഷണലി നമ്മൾ പറയല്ലോ ഒരു പേഴ്സണാലിറ്റികൾ നമ്മൾ ഇപ്പൊ പഠിച്ച ഡെഫിനിഷൻ ഒരു മനുഷ്യന്റെ ആകെ തുക ഫിസിക്കലി മെന്റലി ഇമോഷണലി സോഷ്യലി എല്ലാമുള്ള അവന്റെ ഡെവലപ്മെന്റിന്റെ നല്ല ഒരു ശതമാനം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഈ സമയത്ത് നമ്മൾ ചെയ്തില്ല എങ്കിൽ അവിടെ ഈ സമയത്ത് മിസ്സായാൽ ഓഫ് കോഴ്സ് അത് മിസ്ഡ് ആണ്, ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാത്ത ഒരു അവസ്ഥയിലേക്ക് അത് പോകുന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദ ഹോൾ പേഴ്സണാലിറ്റി ഇത് പിന്നെ ഇപ്പോ കൗൺസിലിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതുമല്ല ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന കുട്ടികളെ അവരെ നമ്മൾ പിന്നെ നോക്കുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും അവർക്ക് പിന്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സ്റ്റേജുകളിലുള്ള ഈ ഒരു പിന്നെ പ്രോബ്ലംസ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുള്ള ഈ ഒരു സമയത്തായിരിക്കും. കാരണം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇല്ല ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് ഉണ്ടാകുന്ന ട്രോമാസ് ഞാൻ പിന്നെ എന്താ പറയാ ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമായി നമ്മൾ പാരന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പർ അല്ല എങ്കിൽ അത് ട്രോമ ആയിട്ടാണ് വരിക. ഒരു പാരന്റ് എപ്പോഴും എന്താ പറയാ ഭാര്യ ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിൽ വഴക്കിടുന്ന ഒരു ഫാമിലി വളരുന്ന കുട്ടി ഫുള്ള് കണ്ടു വളരുന്നതാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെന്റലി ട്രോമയിലേക്ക് അത് നയിക്കും. അതുപോലെ തന്നെ ഈ പാരന്റ്സ് ഡയറക്ട്ലി കുട്ടിയോട് എന്ത് സംഭവിച്ചാലും അല്ലെ പിന്നെ കുട്ടിയോട് ഒച്ചയിടുന്ന ഒരാളാണെങ്കിൽ അങ്ങേറ്റവും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഹെൽപ്ലെസ് ആണ്. എത്ര വലിയൊരു മനുഷ്യൻ ഈ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കി വലിയൊരു പിന്നെ ഒരു 2, 3, 4 വയസ്സുള്ള ഒരു കുട്ടീനെ അടുത്ത് അല്ല നമ്മളെ മുതിർന്ന ഒരു ഫാദർ വന്നിട്ട് അങ്ങ് ഷൗട്ട് ചെയ്താൽ അതിന്റെ ഒരു നമ്മളെന്താ പറയുക ഒരു വലിയൊരു പാറക്കല്ല ആ കുട്ടിയുടെ തലയിൽ ഇടുന്നതിനേക്കാളും വലിയ ഒരു എന്താ പറയാ കോൺസിക്വൻസ് ആണ് അതുകൊണ്ട് ആ കുട്ടിക്ക് മെന്റലി ഉണ്ടാകാൻ പോകുന്നത്. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്ലെസ് ആയി. കാരണം ഇനി ആ കുട്ടിക്ക് ഒരാളും ഈ ലോകത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാളില്ല. അത്രയും എന്താ പറയാ ഒരു ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി മാറുന്നുള്ളതാണ്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാല് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ട്രോമാസ് അത് ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല. കാരണം ഈ സമയത്ത് ഈ ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഈ ഒരു 6 വയസ്സിലുണ്ടാകുന്ന ഒരു വിധപ്പെട്ട എല്ലാ ട്രോമാസും അബ്യൂസുകളെല്ലാം അതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് അത് പോവുക. ഇതാണ് പിന്നീട് ഈ പിന്നെ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ആ കുട്ടിയുടെ ഓരോ സ്റ്റേജിലെ അഡോളസന്റ് സ്റ്റേജിലായാലും പിന്നീട് അത് പിന്നെ ടീനേജിൽ എത്തി അത് പിന്നെ യൂത്തിലേക്ക് വരുമ്പോ അല്ലെ പിന്നെ ലൈഫ് മാരേജ് ലൈഫിലേക്കൊക്കെ വരുമ്പോ ഇവിടെയൊക്കെ ഈ ഒരു സമയത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അല്ലെ വലിയ മുതിർന്ന ആളുകളടക്കം പ്രശ്നങ്ങളായി വരുമ്പോൾ കൗൺസിലേഴ്സ് ഷെയർ നമുക്ക് കാണാൻ പറ്റും. അതിന്റെയൊക്കെ റൂട്ട് പലപ്പോഴും ഈ ഒരു സമയത്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ഫൗണ്ടേഷൻ സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ വളരെ കോൺഷ്യസ് ആയി ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഇടപെടൽ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് മക്കളുടെ കാര്യത്തിൽ ഇല്ല എങ്കിൽ അതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിണിതി എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കും. അതിന്റെ ഇമ്പാക്ട് അത് വളരെ ഡ്രെഡ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഞാൻ എൻ്റെ ഒരു ടോപ്പിക് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ഇൻഷാല്ലാ ഞാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള സാറോ ആർക്കും അതിൽ മറുപടി പറയാവുന്നതാണ്. ഏതായാലും ഞാൻ തുറന്നൊരു ചർച്ചയിലേക്ക് കഴിഞ്ഞ പരമാവധി ബ്രീഫ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വലിയൊരു ടോപ്പിക് എൻ്റെ പരമാവധി ബ്രീഫാക്കി അതിന്റെ ക്രക്സ് നഷ്ടപ്പെടാതെ അവതരിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും താങ്ക് യു ഓൾ. ചർച്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
താങ്ക് യു സന്തോഷ്. ഓക്കെ ഗ്രേറ്റ്. എന്തായാലും പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സും പറയാട്ടോ. കാരണം നമ്മള് വിംബിൾ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഏതൊരു എന്താ പറയാ ഗസ്റ്റ് വന്ന് ക്ലാസ് എടുക്കൊന്നുമല്ല. എന്താ പറയാ ഫസൽ സാറ് മാഷാഅള്ളാ നല്ല രീതിയിൽ സാറിന്റെ ഫീഡ്ബാക്ക് നമുക്ക് പേഴ്സണലി കിട്ടാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള നമ്മളെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, പ്ലസ് ആൻഡ് മൈനസ് രണ്ടും പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഹലോ സർ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. സർ ഓക്കെ താങ്ക് യു. ഏർലി ചൈൽഡ്ഹുഡിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് പറഞ്ഞു പാരന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, കുട്ടികളായിട്ടും അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ വന്നാലുള്ള ഒരു അവസ്ഥകളൊക്കെ. അത് അതെ അതെ ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം പഴയ പോലെയല്ല, പിന്നെ പാരന്റ്സ് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ആ സമയത്ത് മിക്കവാറും ആയമാരുടെ കയ്യിലേക്കായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ ആയമാരെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ അവർക്കതൊരു ജോബ് മാത്രമായിരിക്കും. ജസ്റ്റ് ഫുഡ് കൊടുക്കുക, കുട്ടിയെ കുളിപ്പിക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക. വേറെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഈ ലിംഗ്വിസ്റ്റിക്കും എല്ലാ ഡെവലപ്മെന്റുകളും നടക്കുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്രൂഷ്യൽ ടൈമാണത്. അപ്പൊ ആ സമയം പിന്നെ ആയമാരെ നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പിന്നെ വീട്ടിലെത്തുമ്പോഴും മക്കളോട് എത്ര തിരക്കിലാണെങ്കിലും മക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതില്ലാത്തത് കൊണ്ട് മാത്രം വിർച്വൽ ഓട്ടിസം ആയിട്ട് മാറുന്ന ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ അങ്ങനെ കേൾക്കുന്നതാണ്. പിന്നെ ഫ്ലാറ്റിനകത്തൊക്കെ മാത്രം ജീവിക്കുന്ന, ഇപ്പൊ പുറത്ത് രാജ്യങ്ങളിലൊക്കെ, നമ്മളെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല പുറത്തൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവര് മാനം കൂടെ കാണുന്നില്ല, ആകാശം കൂടെ കാണാതെ ഫ്ലാറ്റിനകത്ത് മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ പിന്നെ നമ്മുടെ നാട്ടില് പിന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് കൊടുന്നാക്കും. ഇവർക്ക് ജോലി ഉപേക്ഷിക്കാനും വയ്യാതെ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് മനസ്സിലാവില്ലേ കുട്ടിക്ക് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. ശരിക്കും ഇതാണ് ആ ഒരു സമയത്ത് ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടിക്ക് പാരന്റ്സിന്റെ ഒരു പിന്നെ കെയറും അറ്റൻഷനും ഒന്നും കിട്ടാണ്ട് വന്നത് കൊണ്ട് മാത്രം കുട്ടികൾക്ക് വിർച്വൽ ഓട്ടിസം ഒക്കെ ആയിട്ട് മാറുന്ന കേസുകൾ ഉണ്ട് ഇപ്പൊ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് വളരെ ഇമ്പോർട്ടൻസിൽ തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. നല്ല ക്ലാസ് ആയിരുന്നു സർ. ഓക്കെ താങ്ക് യു മാം. ഓക്കെ ഓക്കെ. പിന്നെ അതിലൊന്ന് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ക്വാളിറ്റി ടൈം. നമ്മൾ കുറെ സമയം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള ടൈം അത് ക്വാളിറ്റേറ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അത് ആ കുട്ടിക്ക് ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക. നമ്മൾ എത്ര കുറവാണെങ്കിലും ആ ഒരു സമയം ഞാൻ പറഞ്ഞ പോലെ അവരെ മാക്സിമം അല്ലെ, അത് അവർ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പാരന്റ്സ് വീട്ടിലുണ്ട്, പാരന്റ് മൊബൈലാണ്, കുട്ടി വേറെ മൊബൈലാണ്, ടൈമുണ്ട്, വേണമെങ്കിൽ ഈ കുട്ടി പാരന്റിന്റെ മടിയിലായിരിക്കാം. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ക്വാളിറ്റി ടൈം. അപ്പൊ ക്വാളിറ്റി ടൈമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് കുട്ടിക്ക് വേണ്ടി കേൾക്കാൻ അല്ലെ. ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ കാര്യമാണ്, ഈ ഒരു സമയത്ത് ഒരു പാരന്റ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മക്കൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ ഒരു ചെറിയൊരു ഒരു ഷോർട്ട് ഡോക്യുമെന്റ്, ഷോർട്ട് ഫിലിം പോലെ എനിക്കൊരു കുയിലിന്റെ ഒരു സൗണ്ട് പിന്നെ നിങ്ങളെ പലപ്പോഴും പല ആളുകളും കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു പ്രായമുള്ള ഒരു ഫാദർ, അയാളുടെ ഒരു യങ് ആയിട്ടുള്ള ഒരു മോനും രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ, പാർക്കിൽ ഇരിക്കുമ്പോൾ ഒരു കുയില് വന്നു. അപ്പോ ഈ ഫാദർ ഈ യങ് ആയിട്ടുള്ള കൊണ്ട് ചോദിക്കാൻ അതെന്താന്ന് വെച്ചു. അപ്പൊ കുയിലാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിച്ചു, അപ്പൊ കുയിലാണ്. അപ്പൊ മൂന്നാമത് ചോദിച്ചപ്പം ഈ മകന് വളരെ ദേഷ്യപ്പെട്ട് ചോദിച്ചു, നിങ്ങൾക്ക് കണ്ടാ അറിയൂലേ എന്താ കുയിലാന്ന് കണ്ടാൽ മനസ്സിലാവില്ല എന്ന്. അപ്പൊ ഫാദർ തിരിച്ചു പറയാണ്, മോനെ, നീ നിന്റെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതുപോലെ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു അതെന്താണ്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു കുയിലാന്ന് പറഞ്ഞു. പക്ഷെ നീ ഒന്നല്ല, രണ്ടല്ല, നാലല്ല, അഞ്ചല്ല, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ നിനക്ക് മറുപടി തന്നിട്ടുണ്ട്. അപ്പോ നീ നിന്റെ കുട്ടികളോടും ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അതായത് നീ അവർക്ക് എന്ത് ചോദിച്ചാലും അവർക്ക് അത് കേൾക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് ബി എ ഗുഡ് ലിസണർ ടു യുവർ ചൈൽഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി ടൈം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഇത്. നല്ല ലിസണർ ആവുക, അവർ ചോദിക്കുന്ന ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ താങ്ക് യു മാം.
ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും സന്തോഷം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ വഹാബ് സാർ എടുത്തത്. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷനോ ഒരു ഇൻസ്ട്രക്ഷൻ അല്ല. പാരന്റിങ് എന്ന് പറഞ്ഞാൽ, പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിറ്റേഷൻ തന്നെയാണ്. ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മള് മൊബൈല് കുട്ടികളോട് നിങ്ങൾ മോൻ കാണണ്ട എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ അതുകൊണ്ട് എന്തില്ല, യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ്. കുട്ടികളെ ഇപ്പൊ പിന്നെ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പോലും നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അവരായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി നമ്മളൊരു സമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഒരു ബിഹേവിയറിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ടി സമയം കണ്ടെത്തേണ്ടി വരും. അപ്പൊ ഇതേപോലെ ചിലപ്പോൾ നമ്മൾ പിന്നെ അവരായിട്ട് കളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കളിക്കേണ്ടി വരും. പുറത്തേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവരായിട്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊന്നും നമ്മൾ തയ്യാറല്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കെയർ ടേക്കേഴ്സ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് അവരുടെ സ്കില്ലും അവരുടെ ടാലന്റും അവരെങ്ങനെയാണ് പരിചരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം അത്തരം പിന്നെ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോഴും. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ നല്ല അവബോധം ഇന്നത്തെ കാലത്ത് പേരൻസിന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. അത് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പിന്നീട് കുറച്ചും കൂടി വലുതാവുമ്പോൾ റെഡിയാകും എന്നൊക്കെയുള്ള ചില തെറ്റായിട്ടുള്ള ചില രീതികൾ എന്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അത് കുറച്ചും കൂടി വലുതാവുമ്പോൾ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞ് നീട്ടിവെച്ച് കൂടുതൽ പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്ന രീതികളും ഒക്കെ കാണാറുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു സമയം, പ്രത്യേകിച്ച് സാറ് പറഞ്ഞ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആസ് എ പാരന്റ് നമ്മൾ പിന്നെ ആസ് എ പാരന്റ് നമ്മൾ നല്ല പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തേണ്ടതുണ്ട്. ആ പ്രിപ്പറേഷൻസ് നടത്തി അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ നല്ലൊരു പാരന്റിങ് സാധ്യമാവുക. അപ്പൊ അതിന്റെ എല്ലാ തലങ്ങളിലേക്കും മാക്സിമം എത്തി സംസാരിച്ച വഹാബ് സാറിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ചുകളിൽ പങ്കെടുത്ത ആളുകളാണ് ഈ ഒരു സെഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നാളെ നമുക്ക് 7 മണിക്ക്, രാത്രി 7 മണിക്ക് മറ്റൊരു സെഷൻ ഉണ്ടാകും. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ച് കംപ്ലീറ്റ് ചെയ്ത സജന മുസ്തഫ ടീച്ചർ ആൻഡ് ട്രെയിനർ ആണ്. അവരാണ് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ബ്രെയിനിന്റെ ഒരു ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവതരണം നാളെ രാത്രി 7 മണിക്ക് ഉണ്ടാകും. അപ്പൊ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ വഹാബ് സാറിനും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് സർ.